കനത്ത വെള്ളക്കെട്ടിൽ വലഞ്ഞ് തൃശൂർ നഗരം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയുടെ പ്രവർത്തനം മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. ജില്ലയിലെ മലയോര മേഖലകളെ വിറപ്പിച്ച് പേമാരി. പാലപ്പള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. പുത്തൂർ പുത്തൻതോട് കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം 2.5 മണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി. കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചില്ലെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ പെയ്ത അതിശക്തമായ മഴയിൽ പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ കോരിച്ചൊരിയുന്ന മഴയിലാണ് നഗരത്തിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശ്വിനി ആശുപത്രിക്ക് പിൻവശത്തുള്ള അക്വാട്ടിക് ലൈനിലുള്ള 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു. വെള്ളക്കെട്ടിൽ അകപ്പെട്ടവരെ വീട്ടിൽ നിന്നും വയോധികനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വീടിന് പുറത്തെത്തിച്ചത്. ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാട്ടിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. അശ്വിനി ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലും പരിസരത്തും വെള്ളം കയറിയതിനെ തുടർന്ന് 1 മണിക്കൂറോളം ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അതേസമയം വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറാൻ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്താണുണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക്. വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. പൂങ്കുന്നം, പെരിങ്ങാവ്, ഇക്കണ്ടവാര്യ റോഡ്, സ്വരാജ് റൌണ്ട് എന്നിവിടങ്ങളിലും വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങൾ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അധികൃതർ സന്ദർശിച്ചു. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. പുതുക്കാട് മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. അഞ്ച് മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാലപ്പള്ളി, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ, ആലയങ്ങാട് പ്രദേശത്ത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത നേന്ത്രവാഴത്തോട്ടങ്ങളിലും പാടശേഖരങ്ങളിലും വെള്ളം കയറി. പാലപ്പള്ളി, മൈസൂർ ഭാഗത്ത് മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകളിൽ കയറിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി.
കവരംപിള്ളി, നടാമ്പാടം എന്നിവിടങ്ങളിൽ തോട് കരകവിഞ്ഞ് വീടുകളിലും റോഡിലും വെള്ളം കയറി. ഭരത ചെമ്പങ്കണ്ടം ഭാഗത്ത് മലവെള്ളപ്പാച്ചിലിൽ മാക്കിലക്കുളം തോടിന്റെ ബണ്ടിടിഞ്ഞ് തോട് ഗതിമാറി ഒഴുകി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ വെള്ളം കുതിച്ചെത്തിയതോടെ വ്യാപകമായി കൃഷി നശിച്ചു. കൂരിടി പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയതോടെ വരന്തരപ്പള്ളി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായി പെയ്തതോടെ വരന്തരപ്പള്ളി മേഖലയിലെ ചെറു റോഡുകൾ പലതും വെള്ളക്കെട്ടിലായി. ഇതോടെ വരന്തരപ്പള്ളി, പള്ളിക്കുന്ന്, വേലൂപ്പാടം സ്കൂളുകൾ നേരത്തെ വിട്ടു. പൂക്കോട്, കാവല്ലൂർ പാടം നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി. കുറുമാലി, മണലിപ്പുഴകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. TCV ന്യൂസ്, പുതുക്കാട്. വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറയിൽ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തഞ്ചിറയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തഞ്ചിറയിലെ പോട്ടക്കാരൻ രാമായി വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും മെറ്റലും കുത്തിയൊലിച്ചു പോയി. വീടുകളുടെ തറനിരപ്പ് വരെ വെള്ളം ഉയർന്നെങ്കിലും പിന്നീട് ഇറങ്ങി. പ്രളയകാലത്ത് പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ KR ഔസേപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മലയോര മേഖലയായ പുത്തൂരിലെ വിവിധ ഭാഗങ്ങൾ വെള്ളക്കെട്ടിലായി. പുത്തൂർ കോക്കാത്ത് കൈനൂർ റോഡിൽ വെള്ളം കയറി. വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വെട്ടുകാട് തമ്പുരാട്ടിമൂല റോഡ് വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കുള്ളിൽ വെള്ളം ഇരച്ചു കയറി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കമ്പനിയുടെ മതിൽ ഇടിഞ്ഞാണ് വെള്ളം ഇരച്ചു കയറിയത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വലക്കാവ് ഞാറക്കുറ റോഡ്, മൂർക്കനിക്കര കണ്ണാറ റോഡിലും വെള്ളം കയറി. ഒല്ലൂർ ചീരാച്ചി റോഡിലും പുത്തൻപാടത്തും റോഡുകളിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ശക്തമായ മഴയെ തുടർന്ന് പുത്തൂർ പുത്തൻകാട് തോട് കരകവിഞ്ഞതോടെ പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. വേലുക്കാരൻ വിൻസെന്റ്, പാത്രക്കട നാരായണൻ, ഫ്രാൻസിസ് പുറത്തൂർ, ബാബു കൊല്ലേലി, വിജയൻ ആന്താനി, LC എലുവത്തിങ്കൽ, കൂമുള്ളി ശശി, ദാസൻ കള്ളാടത്തിൽ, സുബ്രഹ്മണ്യൻ വെളിയത്ത് പറമ്പിൽ, നോബിൾ തച്ചേലിക്കര, ചെറിയത്ത് ജോസ്, പഴൂപ്പറമ്പിൽ റോയ് തുടങ്ങി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ കപ്പോളയുടെ സംരക്ഷണ ഭിത്തിയും തകർന്നു. കയ്പമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിൽ തെങ്ങ് വീണു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു അപകടം. യാത്രക്കാരുമായി തളിക്കുളത്ത് നിന്ന് SN പുരത്തേക്ക് പോയിരുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിലാണ് തെങ്ങ് വീണത്. ഡ്രൈവറും യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോ ടാക്സിയുടെ മുൻഭാഗം തകർന്നു. SN പുരം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോ ടാക്സി. കനത്ത മഴയിൽ ദേശീയപാതയിൽ നിന്നും മുരിങ്ങൂരിൽ വീടുകളിലേക്ക് കയറുന്ന വെള്ളം ഇറിഗേഷൻ കനാലിലേക്ക് തുറന്നുവിട്ടു. കനത്ത മഴയിൽ റോഡിനടിയിലെ താഴ്ന്ന ഭാഗത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്നാണ് നടപടി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ കോൺട്രാക്ടർമാരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് നിലവിലുള്ള കാനയുടെ കോൺക്രീറ്റ് പൊളിക്കുകയും റോഡിന്റെ അടിയിൽ കൂടി കടന്നുപോകുന്ന കനാലിലേക്ക് വെള്ളം ഒഴുക്കുകയുമായിരുന്നു. അശാസ്ത്രീയമായി കാന നിർമ്മിച്ചതാണ് മഴവെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. കനത്ത മഴയിൽ പറപ്പൂക്കര ആലത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. ആലത്തൂർ തുരുത്തും പറമ്പ് 3 സെന്റ് നഗറിലെ കോരത്ത് വളപ്പിൽ ശോഭനയുടെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ഈ സമയത്ത് വീടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര വാഴക്കോട് റോഡിൽ ആറ്റൂർ കമ്പനിപ്പടിയിൽ മലവെള്ളപ്പാച്ചിലിൽ 3 കടകളിലേക്ക് വെള്ളം കയറി. 2 ഹോട്ടലുകളിലും ടൈലറിംഗ് കടയിലുമാണ് വെള്ളം കയറിയത്. വനമേഖലയിൽ നിന്നും വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.
നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചത്. റോഡ് നന്നാക്കിയിരുന്നെങ്കിലും ഈ ഭാഗങ്ങളിലുള്ള കാനകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടലിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി. റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്ത് അതിശക്തമായ കടൽക്കാറ്റ് വീശിയത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കടലിൽ പോയ യാനങ്ങൾ കാറ്റ് ശക്തമായതിനെ തുടർന്ന് തീരത്ത് മടങ്ങിയെത്തി. അഴീക്കോട്, മുനമ്പം, അഴിമുഖം വഴി നൂറുകണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, കാറ്റിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ കാറ്റാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കടലിലുണ്ടെങ്കിൽ പോലും പോയി പിടിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്ക് നിലവിലില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4-5 ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മിക്കവാറും ഈ കാലാവസ്ഥ എന്നുണ്ടെങ്കിൽ വള്ളങ്ങൾ, വഞ്ചികളെല്ലാം തന്നെ കെട്ടിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. 2018 ആഗസ്റ്റ് ആകുമ്പോൾ ഇത്തവണയും എന്നതൊരു ഭയാശങ്ക ഞങ്ങളെപ്പോലുള്ള ആളുകളിലൊക്കെ ഉണ്ട്. ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കടലോര ജാഗ്രത സമിതിയും, അഴീക്കോട് പോലീസ് സ്റ്റേഷനും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയും നേരിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങും കാണാത്ത, ഇപ്പോൾ കടലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളും ആരവുമില്ലാത്ത ഈ സമയത്തൊക്കെ നല്ല മത്സ്യബന്ധനം നടക്കേണ്ട ഒരു സമയമാണ്. കടലിലൊക്കെ എല്ലാ വള്ളങ്ങളും, നൂറുകണക്കിന് വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് നമ്മൾ നോക്കത്താ ദൂരത്ത് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചലനം പോലും കടലില്ലാത്തൊരു സ്ഥിതിയാണ്. ഇത് വളരെ ഭയാശങ്ക വരുത്തുന്ന കാര്യമാണ്. കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അഴിമുഖത്ത് പുഴ കലങ്ങിമറഞ്ഞ നിലയിലാണ്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കി. അവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തിട്ടുണ്ട്. ഇടവേള. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. സംഭവം കൌൺസിലിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൌൺസിലർ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തിങ്കളാഴ്ചയാണ് ചാവക്കാട് നഗരസഭയുടെ വാഹനം കിഴക്കേ നടയിലെ സ്വകാര്യ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കിവിട്ടത്. ഇക്കാര്യം കൌൺസിൽ തുടക്കത്തിൽ ചർച്ച ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ VK സുജിത് ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര കൌൺസിൽ ആയതിനാൽ വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. ഇതിനെ പ്രതിപക്ഷം എതിർത്തതോടെ ബഹളമായി. വിഷയം ചർച്ച ചെയ്യാതെ അജണ്ടയിലേക്ക് കടന്നതോടെ സുജിത്ത് ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു. കാനയിലേക്ക് മലിനജലം ഒഴുക്കിയ വാഹനത്തിനെതിരെയും ലോഡ്ജ് ഉടമയ്ക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അനുവാദകനായി ശോഭാ ഹരിനാരായണന് പ്രമേയം കൊണ്ടുവന്നത്. ചെയർമാൻ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഇരുവരും ഇറങ്ങിപ്പോവുകയായിരുന്നു. ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു.
ശുദ്ധീകരിച്ച വെള്ളമാണ് കാനയിലേക്ക് ഒഴുക്കിവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയ്ക്ക് പരാതിയില്ല. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസാണ് വിശദീകരിക്കേണ്ടത്. ഗുരുവായൂർ നഗരസഭ എന്നും ശുചീകരണത്തിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ വാഹനത്തിൽ മാലിന്യം കൊണ്ടുപോയി കാനയിൽ തള്ളുന്നത് ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന നിലയിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ശുദ്ധ സംബന്ധം, ശുദ്ധ വിവരങ്ങളും ഏതോ ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കിയെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബിജെപി ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, നഗരസഭാ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി.വി. വാസുദേവൻ, സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ലോഡ്ജിൽ നിന്ന് സെപ്റ്റിക് മാലിന്യം ട്രീറ്റ് ചെയ്ത് ദുർഗന്ധം മലിനമോ അല്ലാത്ത വെള്ളം കാനയിൽ ഒഴുക്കിയതിനെ തുടർന്ന് ചിലർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം പിടിച്ചെടുത്തു. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ നിന്ന് ട്രീറ്റ് ചെയ്ത വെള്ളം മലിനജലം അല്ലെന്നും ദുർഗന്ധം ഇല്ലാത്ത ഈ വെള്ളം കാന ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ഒഴുക്കാമെന്നിരിക്കെയാണ് ചില താൽപര്യത്തിന് പുറത്ത് പോലീസ് നടപടിയെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അനധികൃത ടാങ്കറുകൾ ഉപയോഗിച്ച് മാലിന്യം ജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം തള്ളുന്നത് തടയാൻ സഹായകരമായ ചാവക്കാട് നഗരസഭയുടെ പദ്ധതിക്കെതിരെയുള്ള നീക്കം അപലപനീയമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ കെ മുബാറക്, എം.ആർ. രാധാകൃഷ്ണ, അഡ്വക്കേറ്റ് എ.വി. മുഹമ്മദ്, ഷാഹിന സലീം, പ്രസന്ന രണദിവെ, അബ്ദുൾ റഷീദ്, സെക്രട്ടറി ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് ഭഗവതിക്കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്റർ സുമിയെ ഓടിച്ചത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായ കൃഷിനാശവും വരുത്തി. മതിലും ഗേറ്റും തകർത്തു. 3 വർഷമായി കാട്ടാനശല്യം തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളം വിടാൻ നേരത്താണ് ആന ഇവിടുന്ന് ചാടിയിട്ട് അതിനങ്ങോട്ട് വന്നത്. അപ്പോൾ അതിന് വൈഫ് അവിടെ വേഗം വീട്ടിൽ ഓടി കയറി അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ആ തിരുവരെ പോണ കണ്ടു. പിന്നെ അവിടെ നിന്നാണ് മുകളിൽ കയറി ആ പറമ്പ് കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയത്. ഞങ്ങളെല്ലാവരും കൂടി ഇതിന് ചെല്ലുമ്പോഴത്തേനും ഇവിടെ ഈ മാരാത്ത പള്ളി എന്ന് പറയും, അതിനെ ഇറങ്ങിപ്പോയി ചവിട്ടുപാടുകൾ കണ്ടു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ മറ്റേ പാടത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ വീടുകളൊക്കെ വാഴ എന്തൊക്കെ നാശാക്കിയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടി. സ്കൂളിൽ പോകാൻ പേടിയാണ്. ആന വരുമ്പോൾ ഇവിടെ ഫുള്ളും കാടാ. ബാക്കിൽ എന്റെ വീട്ടിന്റെ ബാക്കിലൊക്കെ ആന ഇതായിട്ടുണ്ട്. അങ്ങനെ കാൽപ്പാട്, പിന്നെ കാൽപ്പാട് വാഴ മറിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മതിലിന്റെ അതേനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കാടൊക്കെ അതിന്റെ അകത്ത് കൂടെ ഇളക്കി മറിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളവിടെ പാടുണ്ട്, പാടത്തേക്ക് പോയിട്ടുണ്ട് ആന. പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല. അപ്പൊ ആളെ ആനാനെ പറഞ്ഞപ്പോ ഞാനിന്ന് വെറുതെ ഫോണൊന്ന് നോക്കിയപ്പോ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഓടിയിട്ടാ വരുന്നത്. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു, എത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു, ഒളിച്ചിരുന്നു ആന വരണ്ടിക്ക്. അപ്പൊ ആന അവിടെ നിന്നു. അപ്പൊ നായ കുറച്ചപ്പോ ആന അവിടെ നിന്നു. ഞാൻ കയറി തന്നെ നിന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ആന ഞാൻ പോകാൻ നോക്കി കഴിഞ്ഞാലും മനസ്സിലായി. അപ്പൊ ആന പോകണം നോക്കി ഇതുവരെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാരും വിളിച്ചത്. ആന വരാളെ ഭയങ്കര ചാൻസ് ഉണ്ടായി. അപ്പോൾ നിറയെ സൈഡിലൊക്കെ വീട് കണ്ടില്ലേ, ആ വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ്. രാത്രി വന്നിട്ടുള്ള ശബ്ദം, രാത്രിയല്ല പുലർച്ചയ്ക്കുന്നു എന്നാണ്. അപ്പോൾ എവിടേക്ക് പോയെന്ന് കണ്ടിട്ടില്ല. ശരിക്കും ഇതിനെ പോയിണ്ടാവും. പോയിട്ട് നേരെ കാട്ടിൽ കയറി എന്നാണ് പറയണം. നാശനഷ്ടങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ മാനൂർ കായംപൂവം റേഞ്ചിലുള്ള ജയപ്രസാദ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സാർമാരുടെ നേതൃത്വത്തിൽ അവർ വന്നതിൻ്റെ ജനങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നാശനഷ്ടങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കുള്ള പ്രവൃത്തി പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ കയറിപ്പോയിട്ടുള്ളത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്നത്. ഇതിനെ വന്നിറങ്ങിയത് ഇതൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ നേരെ കയറിപ്പോയി. പകല് പുലർച്ചെ ഇവിടെ വെള്ളം തിരിക്കാൻ പോണവരും ഇതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഭാര്യ തന്നെ ഇറങ്ങി അവിടെ നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ആന അങ്ങോട്ട് കയറി പോണ്. അവളങ്ങനെ ഓടി അപ്പുറത്ത് വീട്ടിൽ കയറി അവിടെ നിന്ന് വിളിച്ച് വെള്ളം ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇത് മുകളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതിനെ പോയടത്തൂടെ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴയും അതും ഇതൊക്കെ അങ്ങനെ ചവിട്ടി ഇതാക്കി നശിപ്പിച്ചിട്ട് പോയിക്കുന്നത്.
പുതുക്കാട് മണ്ഡലത്തിലെ ഫിറ്റ്നസ് നഷ്ടമായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. അളഗപ്പൻ നഗർ ALP സ്കൂൾ, മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. MLA വിളിച്ചു ചേർത്ത പുതുക്കാട് മണ്ഡലം വിദ്യാലയ സുരക്ഷ അവലോകന യോഗത്തിലായിരുന്നു നിർദ്ദേശം. അളഗപ്പൻ നഗർ ALP സ്കൂളിനും മറ്റത്തൂർ GLP സ്കൂളിനും പുതിയ കെട്ടിടത്തിന് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും MLA പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. എടക്കുളം സ്വദേശി വില്ലമംഗലത്ത് ബാബുവിന്റെ മകൻ 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. മൂന്നുപീടിക ഇരിങ്ങാലക്കുട റൂട്ടിൽ KSC ലിമിറ്റഡ് കമ്പനിക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിൽ തെന്നി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ഷമീറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോർക്കുളം മേഖലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിയെ പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ 2-ാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കേസെടുത്ത കുന്നംകുളം പോലീസ് കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെക്കുറിച്ച് വിവരമറിയുന്നത്. തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള പോസ്റ്റ് ഓഫീസ് റോഡ് പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ സീബ്ര ലൈൻ ഇല്ലാതായത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുമ്പിലെ സീബ്ര ലൈനും സ്പീഡ് നിയന്ത്രണ സംവിധാനവും ഇല്ലാതായതോടെ റോഡ് മുറിച്ച് കടക്കുന്നത് സാഹസികമായിട്ടാണ്. വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായമായവരും ഏറെ പ്രയാസപ്പെട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കും തിരിച്ചും എത്തുന്നത്. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, എടുത്തു കളഞ്ഞു. അതാണ് അതിൻ്റെ കാരണം. ഹമ്പ് ഉടനെ ഉണ്ടാക്കിയില്ലെങ്കിൽ അപകടം ഇനി ഉണ്ടാവും. എനിക്ക് മുന്നിപ്പോൾ 2 ചെറിയ അപകടം കഴിഞ്ഞു. ആ പൊക്കത്തുനിന്ന് ഇറക്കണം. 100 കിലോമീറ്റർ സ്പീഡിലാണ് ബൈക്കുകളൊക്കെ വരുന്നത്. സീബ്ര ലൈൻ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. ചാലക്കുടി പുഴയുടെ മുകളിലെ അണക്കെട്ടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തും വിധം നിറച്ചു നിർത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ഡാമുകളിൽ നിന്നും എമർജൻസി ഷട്ടറുകളിലൂടെ വെള്ളം പുഴയിലേക്ക് വിട്ട് നാട്ടിലെ പ്രളയഭീതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജലജാഗ്രതാ സമിതിയും പുഴ സംരക്ഷണ സമിതിയും ചാലക്കുടി KSCB ഭവന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ ധർണ MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, സിന്ധു ലോജു, സൂസി സുനിൽ, തോമസ് മാളിയക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറപാലം നിർമ്മാണത്തിന് മുന്നോടിയായി MLA AC മൊയ്തീന്റെ നേതൃത്വത്തിൽ തയ്യൂരിൽ യോഗം ചേർന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വാർഡ് മെമ്പർ വിമല നാരായണൻ, MC ഐജു, മെമ്പർ ബ്രിഡ്ജസ് വിഭാഗം എഞ്ചിനീയർമാരും വേലൂർ നെല്ലുവായ് വില്ലേജ് ഓഫീസർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. അടുത്ത ദിവസം മുതൽ പ്രവർത്തികൾ ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ഫണ്ട് 12 കോടി രൂപ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്.
9 മീറ്റർ വീതിയിൽ 1.5 മീറ്റർ നടപ്പാതയോടുകൂടിയ പാലമാണ് നിർമ്മിക്കുന്നത്. കയ്പമംഗലം 9-ാം വാർഡിലെ തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് 4 മാസത്തോളമായി. 12ഓളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി. വർഷങ്ങൾക്ക് മുൻപ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനയ്ക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല ദിവസങ്ങളിലും വെള്ളമില്ല. ഇതോടെ ആഴ്ചയിൽ 400 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു. 4 മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളം അടിക്കല് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 4-5 തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വെള്ളം വണ്ടി വരുമ്പോൾ 400 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ചു തരുന്നത്. അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാരെ കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ തന്നെ അന്ന് മുതൽ വാട്ടർ അതോറിറ്റി ഈ ഒരു ബില്ലും ഞങ്ങൾക്ക് വരുന്നുണ്ട്. വെള്ളം ഇവിടെ ഇല്ലെങ്കിലും ബില്ല് വരുന്നുണ്ട്. അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ഇതിനായി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ VB ഷെഫീഖ് എന്നിവർ പറഞ്ഞു. TCV കയ്പമംഗലം. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് വൈദ്യുതാഘാതമേറ്റ് പരിക്കേറ്റ സംഭവത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ, മുതിർന്ന നേതാക്കളായ PR മോഹനൻ, മോഹനൻ കാടാമ്പുഴ, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ വരവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതിയുടെ ഫോണിലേക്ക് വാട്സ്ആപ്പ് വീഡിയോ കോൾ വിളിച്ച് അപമര്യാദയായി പെരുമാറിയ ആൾ അറസ്റ്റിൽ. എറണാകുളം തോപ്പുംപടി സ്വദേശി കട്ടിയാട്ട് വീട്ടിൽ ടോണിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ കേസിലെ പ്രതിയാണ് ഇയാൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന് മികച്ച നേട്ടം. സംസ്ഥാനത്തെ മികച്ച കേഡറ്റായി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഡിസ്നയെ തെരഞ്ഞെടുത്തു. SPCയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പരേഡിൽ കമാൻഡറായി തൃശൂർ സിറ്റിയെ പ്രതിനിധീകരിച്ചത് ഡിസ്നയാണ്. 16 പ്ലറ്റൂണുകൾ അണിനിരുന്ന പരേഡിൽ നിന്നും ഏറ്റവും മികച്ച പരേഡ് കമാൻഡറായി ഡിസ്നയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഡിസ്ന ട്രോഫി ഏറ്റുവാങ്ങി. പെരിഞ്ഞനം പഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ മറ്റത്തൂർ നായാട്ടുകുണ്ടിൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന സംരക്ഷണ ഭിത്തി തകർന്നു. നായാട്ടുകുണ്ട് കരുവാന്തൊടി ഹരിദാസിന്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് മഴവെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് തകർന്നത്. ഇതേ തുടർന്ന് വീട് അപകട ഭീഷണിയിൽ ആയി. അമ്മമാരുടെ പോഷണവും കുഞ്ഞിന്റെ ആരോഗ്യവും ഉറപ്പാക്കാൻ ധനസഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ രജിസ്ട്രേഷന് തുടക്കമായി. പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ കുഞ്ഞിന് 2 ഗഡുക്കളായി 5000 രൂപയും രണ്ടാമത്തേത് പെൺകുഞ്ഞാണെങ്കിൽ 6000 രൂപ ഒറ്റ ഗഡുവായി ലഭിക്കും. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ അംഗനവാടി പ്രവർത്തകരെ സമീപിക്കണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു. കൊണ്ടാഴി മായന്നൂർ കൂട്ടിൽമുക്കിൽ 50ഓളം കുടുംബങ്ങൾക്ക് ദുരിതയാത്ര. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മൂലമണ്ണൂർ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം വരെയുള്ള റോഡ് ചെളിക്കുളമായി മാറി.
ഒരു മഴ പെയ്താൽ 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ചെളിക്കുളം താണ്ടി വേണം സ്കൂളിലെത്താൻ. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്കും യാത്ര കഠിനം തന്നെ. ഈ വഴിയുള്ള കാൽനട യാത്ര പോലും ദുരിതമായി മാറി. തകർന്നുകിടക്കുന്ന റോഡിൽ ഓട്ടോ ടാക്സികളും സർവീസ് നടത്താൻ മടിക്കുകയാണ്. ഇതുമൂലം ആശുപത്രി ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയാതായി. ഇരുചക്ര വാഹന യാത്രക്കാർ ചെളിയിൽ തെന്നി വീഴുന്നതും ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറോടക്കം നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ആവശ്യമായ പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ഈ ചളിക്കൂടെ വരാനൊന്നും പറ്റില്ല, അമ്പലത്തിലേക്ക് വരാറുമില്ല. ഇന്നിപ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് ഒന്ന് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ചളിയിലൊടുക്കുമ്പോൾ ഇന്ന കാലത്തൊരു വയസ്സായ അമ്മമ്മ ഇവിടെ വീടും. ഇതിലൊന്നും ചെയ്യുന്നില്ല, ഇവരെ ഞാനൊന്നും ചെയ്യുന്നില്ല. ആകെ ഒന്ന് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും റോഡ് നോക്കാനോ ഒന്നിനും ഒരു ചുമതല ആർക്കും ഒരു ചുമതലയില്ല. അവർ വരുന്നു, അവരുടെ ഓരോ കാര്യങ്ങൾ വോട്ടിന് വരുന്നു, ചോദിച്ചു കൊടുത്തരല്ല. റോഡ് നേരാക്കണോ, ചളി ഉണ്ടോ, എവിടെ ഉണ്ടോ എന്ന് ഒരു മെമ്പർമാർക്ക് ആർക്കും ഒരു ആവശ്യമില്ല. വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും നടക്കണ വഴിയാണ്. ഞങ്ങൾക്ക് ഇതൊന്ന് വൃത്തിയാക്കി തരണം. ഈ വീട്ടുകളിലേക്ക് കടക്കാൻ പാകില്ല, അങ്ങനെ ചളി കെട്ടി നിൽക്കുകയാണ്. ഉള്ളിലേക്കാണെങ്കിൽ ഒരാളും ആ വഴിക്കൊന്നും നോക്കില്ല. വീട്ടുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് കുറവ് പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഉള്ളിലേക്കുള്ള വഴിക്ക് ആരും തിരിഞ്ഞു നോക്കും കൂടിയില്ല. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. കഴിഞ്ഞ ദിവസം ചെളി നിറഞ്ഞ റോഡിൽ മണ്ണടിച്ച് പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ ദുരിതം ഇരട്ടിയായി. ക്വാറി മിശ്രിതം ഉപയോഗിച്ചെങ്കിലും താൽക്കാലികമായി കുഴികൾ നികത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവല്ലോമല. കാക്കാത്തിരുത്തി തനുശ്രീ അംഗൻവാടിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. അശാസ്ത്രീയമായി നിർമ്മിച്ച കാന പൊളിച്ചു പണിയണമെന്നും അംഗൻവാടിയിൽ പുതിയ വാട്ടർ ടാപ്പ് സ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി ഉദ്ഘാടനം ചെയ്തു. PK റഹീം അധ്യക്ഷനായി. നൌഷാദ് കില്ലാടി, അജിത് കൃഷ്ണൻ, ES സതീശൻ, അഷ്റഫ് തണ്ടാശ്ശേരി, സജിനി തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായിട്ട് ഏത് തരത്തിലുള്ള അധികാരികളും അതിന് ശ്രമിക്കണം. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കാനയുണ്ട്. ഈ കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കയ്പമംഗലം പഞ്ചായത്ത് നിർമ്മിച്ച ഒരു കാനയാണ്. ആ കാന നിർമ്മിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായിട്ടാണ്. അത് പൊളിച്ചു മാറ്റി പുതിയൊരു കാന ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമായാലും മറ്റു കാര്യങ്ങളായാലും ചെയ്യാൻ കഴിയുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വീരാൻകുടി, അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി നിഷേധിക്കുന്ന ചാലക്കുടി DFO നീതി പാലിക്കുക, മാരങ്കോട് അനുവദിച്ച ഭൂമി പതിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. യുണൈറ്റഡ് നേഷൻസിന്റെ റീജിയൻ റിസർച്ച് ഫെലോഷിപ്പിന് എരുമപ്പെട്ടി സ്വദേശിനി ദേവാംഗന സുജായ് അർഹയായി. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയായിരിക്കുകയാണ് ദേവാംഗന. എരുമപ്പെട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാംഗന. UN-ന്റെ വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നാഷണൽസ് ദേവാംഗനെ തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും 25 മുതൽ 40 വരെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാറുമുണ്ട്. മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികളെ സാധാരണ അക്കാദമി സെലക്ട് ചെയ്യാറില്ല. ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് 2 പേർക്ക് മാത്രമാണ് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത്. 2023 ദേവാംഗന ഫെലോഷിപ്പിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. തുടർന്ന് 2024 വീണ്ടും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവാംഗനെ തള്ളിക്കളയാൻ അക്കാദമിക്ക് കഴിഞ്ഞില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അക്കാദമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതെന്നും ദേവാംഗന പറയുന്നു. അപ്പോൾ ഇക്കൊല്ലം എന്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്തെ അവരുടെ തീമും തമ്മിൽ മാച്ചായി. അങ്ങനെയാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയത്. എന്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം, ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡേറ്റ പ്രൈവസി. അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായി. ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തതിന് മുന്നേ അപ്പോൾ അത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി. എൻ്റെ ഇൻ്റർവ്യൂവിലും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു. അപ്പോൾ UN-ന്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസർച്ച് ഫെലോ ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റിസർച്ച് നടത്തുന്നത്. സ്പെയിനിലെ ബാഴ്സിലോണയിൽ ഒക്ടോബറിൽ ഫെലോഷിപ്പ് ആരംഭിക്കും. അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം
അതിനുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഡെസ്പാവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രൈ ചെയ്യുക, ട്രൈ അഗെയിൻ until we have a success. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എംടെക് വിദ്യാർത്ഥിനിയാണ് ദേവാഗ്ന. സിംഗപ്പൂരിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലും അമേരിക്കയിലെ ടെനസിയിലുമുള്ള വിമൺ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കുവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MD സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ VB സജിത്ത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മക്കൾക്ക് വേണ്ടി സാറേ, ഒന്ന് ഇടുക്കി രൂപതയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ വീട്ടിൽ ബിനീഷിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. 2017 കേസിനാസ്പദമായ സംഭവം. ഭാര്യയും മക്കളും ഉള്ള പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി കോയമ്പത്തൂരിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ് കോടതിയിൽ ഹാജരായി. വേലൂർ അർണോസ് പാതിരി സ്മാരക മന്ദിരം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അറിയിച്ചു. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്മാരക സംരക്ഷണത്തിനായി ഫണ്ട് അനുവദിക്കുകയും പ്രവർത്തികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് ജീർണാവസ്ഥ കണ്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടുണ്ട്. ഈ വസ്തുതകൾ മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരം നടത്തിയതെന്നും നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും TR ഷോബി അറിയിച്ചു. ഇരിങ്ങാലക്കുട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മാപ്രാണം സ്വദേശി കുന്നുമക്കര സ്വദേശി ഉണ്ണിപ്പറമ്പിൽ വീട്ടിൽ അശ്വിനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, SIമാരായ ദിനേഷ് കുമാർ, KP രാജു, ASI ഗോപകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അരിമ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്കായി 5.76 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ പുതിയ വാഹനത്തിന്റെ താക്കോൽദാനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ധന്യ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാജീവ് മനോജ്, മറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചേർന്ന് വാഹനം ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അംഗങ്ങളായ സിന്ധു സഹദേവൻ, KK ഹരിദാസ് ബാബു, ജനപ്രതിനിധികളായ CP പോൾ, PA ജോസ്, ഷിമി ഗോപി, പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത വെള്ളക്കെട്ടിൽ വലഞ്ഞ് തൃശൂർ നഗരം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയുടെ പ്രവർത്തനം മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. ജില്ലയിലെ മലയോര മേഖലകളെ വിറപ്പിച്ച് പേമാരി. പാലപ്പിള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. പുത്തൂർ പുത്തൻതോട് കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം 2.5 മണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി. കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചല്ലെന്ന് ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രസാദ്.
മുള്ളൂർ കരാറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.